ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് ഓവറോൾ എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള എനർജി ഇപ്പോൾ എന്താണ് എന്നുള്ളത് നോക്കാം. അതുപോലെ ഏഞ്ചൽസ് ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്തെങ്കിലും പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ എടുക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായി കണക്ട് ചെയ്യാവുന്നതാണ്. അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാം. അതുപോലെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച്, വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 3 of coins, Queen of Wands, 10 of Wands, King of Wands, Lovers, Moon energy, 7 of Swords. ബോട്ട് ഓഫ് ത്രിക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 8 of Swords ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറന്റ് എനർജിയാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പൊ നിലവിൽ ഇത് വളരെയധികം ഒരു വേദനകളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ മുന്നോട്ടേക്ക് ഇതൊരു പരിവർത്തനത്തിലാണ്. ഇവിടെ എനർജി കണക്ട് ആവുന്നത് വെച്ചിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയാണ് നമ്മൾ കറന്റ് സിറ്റുവേഷനിലേക്ക് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ക്യൂൻ ഓഫ് വാണ്ട്സ് ആണെങ്കിലും കിങ് ഓഫ് വാണ്ട്സ് ആണെന്നുണ്ടെങ്കിലും പാർട്ട്ണർഷിപ്പ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിലും രണ്ടുപേരും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ആ ഒരു സ്റ്റേജിലായിരിക്കാം ചിലപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയോട് നന്നായിട്ടൊന്ന് തുറന്ന് സംസാരിക്കണം എന്ന്. അവരായിരിക്കാം ചിലപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കാത്തത്. എന്നാൽ കറന്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കറന്റ് എനർജിയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനുള്ള തയ്യാറെടുപ്പ് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതുപോലെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് വളരെയധികം തെറ്റിദ്ധാരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ഇവിടെ പുറത്തു നിന്നുള്ള സ്വാധീനങ്ങൾ, തേർഡ് പാർട്ടി എനർജീസ് നിങ്ങളുടെ ബന്ധത്തെ ബാധിച്ചിരിക്കുന്നതായിട്ട് കാണാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ഈഗോയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഇമോഷൻസ് തന്നെയായിരിക്കാം പ്രശ്നങ്ങളുടെ കാരണം, ട്രസ്റ്റ് ഇഷ്യൂസിന്റെ കാരണം, തെറ്റിദ്ധാരണകളുടെ കാരണം. അതുപോലെ ഒരുപാട് ഹൈഡിങ്, ചീറ്റിംഗ് എനർജി ഒക്കെ നമുക്കിവിടെ കണക്റ്റഡ് ആണ്. ചീറ്റിംഗ് എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് സത്യസന്ധമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കാതെ അതിനെ മറച്ചു വെച്ച് കളവ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ബന്ധത്തിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇവിടെ ലവേഴ്സ് എനർജിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് എനർജിയിൽ കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് വ്യക്തികളുടെ എനർജിയിലും പ്രണയം കാര്യങ്ങളൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. കാരണം അവിടെ ഒരു തടസ്സം, ഒരു തേർഡ് പാർട്ടി എനർജി അവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ തടസ്സമായിട്ട് കറന്റ് എനർജിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും അതിന് മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. കുറ്റബോധം റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിലാണെങ്കിലും റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു കുറ്റബോധം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു തടസ്സം മാത്രമാണ് ഇവിടെ ഉള്ളത്. ആ ഒരു മറയെ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലാ രീതിയിലും ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതകൾ കാണുന്നുണ്ട്. നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ലവേഴ്സ് എനർജി ആണെന്നുണ്ടെങ്കിലും രണ്ട് വ്യക്തികളിലും ഒരു കുറ്റബോധവും കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിരിക്കുന്നത് കൊണ്ടും വളരെയധികം ലോ ആയിട്ടാണ് നിങ്ങളുടെ ബന്ധം നേരത്തെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു കറന്റ് എനർജിയിൽ ആ ഒരു ലോയിൽ നിന്നും ഒരു മീഡിയത്തിലേക്ക് എനർജി കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്.
അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു കറന്റ് സിറ്റുവേഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് ഏത് രീതിയിലാണ് കണക്ട് ആകുന്നത് എന്ന് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാം. ഹാങ്ഡ് മാൻ, മോൺ എനർജി, സ്റ്റാർ എനർജി, Knight of Swords, Nine of Swords, King of Cups, Sun, Two of Swords, Seven of Cups, Eight of Swords, Six of Pentacles, Page of Pentacles, Knight of Pentacles, Six of Wands, Tower Energy. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 3 of Cups ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു എനർജിയാണ് നമ്മൾ ഈ ഒരു സമയത്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ റിലേഷൻഷിപ്പിന്റെ കറന്റ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എടുത്ത സമയത്ത് ഒരുപാട് തെറ്റിദ്ധാരണകള് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ നിൽക്കുന്നതായിട്ട് കണ്ടിരുന്നു. അതുപോലെ തന്നെ തേർഡ് പാർട്ടി എനർജി റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണിച്ചായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷൻസ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടിയാണ്. പ്രത്യേകിച്ച് ഫിയർ, ഒരു ട്രസ്റ്റ് ഇഷ്യൂ മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നതിൽ നിങ്ങളുടെ വ്യക്തിയിൽ വല്ലാത്ത ഒരു ഭയം വന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വലിയ രീതിയിൽ ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിലവിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു വിശ്വാസ വഞ്ചന അത് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസ വഞ്ചന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഇമോഷൻസിൽ ഫിയർ ഒക്കെ സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ രണ്ടുപേരിലും സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരുടെ എനർജിയിലും കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞത് കൊണ്ടിട്ട് തന്നെ വല്ലാത്തൊരു ഭയം വീണ്ടും കണക്ട് ആകുന്നതിന്, നിങ്ങൾക്കാണെങ്കിലും ട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, ഇവർക്കാണെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ഭയവും, നിങ്ങൾ എങ്ങനെയായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ചിന്തയും. പക്ഷെ കുറ്റബോധം കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലവേഴ്സ് എനർജി കിട്ടിയിരുന്നത് കൊണ്ട് തന്നെ വളരെയധികം സ്നേഹം പ്രണയം ഒക്കെ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള തടസ്സമാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. അപ്പൊ ആ ഒരു കാര്യത്തിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ സ്റ്റക്നെസ് ഇവിടെ കാണുന്നത്. അവരുടെ ഉള്ളിലെ ഭയമാണ് അവർ നിങ്ങളിലേക്ക് വരാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. കാരണം അവരുടെ മനസ്സ് പൂർണ്ണമായും നിങ്ങളിലേക്ക് കാണിക്കണം എന്നൊരു ആഗ്രഹം അവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിലും ഭയം അവരെ പിന്നിലേക്ക് വലിക്കുകയാണ്. അപ്പൊ അവരുടെ ഭയം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തി അതിനകത്തൊരു വിജയം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാലും ഇനി റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും ആ ഒരു പഴയ കാര്യങ്ങളിലേക്ക് തന്നെ പോയിട്ട് അത് വീണ്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻ കൊണ്ടുവരുമോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇവരിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ ഇവരിൽ ഉള്ളത് കൊണ്ടിട്ടും കൂടി ഇവർ കുറച്ചധികം സ്റ്റക്ക് ആവുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്റ്റക്നെസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ആക്ഷൻ എടുത്ത് പ്രവർത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം വളരെ പ്രതീക്ഷ അവരുടെ ഉള്ളിൽ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. മാത്രമല്ല നിങ്ങളോട് ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങളിൽ അവരിൽ ഒരു കുറ്റബോധമൊക്കെ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകള് ചിന്താഗതികള് എല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ ചെയ്ത് ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ചിലവരെ സംബന്ധിച്ചിടത്തോളം സാഹചര്യമായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കറന്റ് എനർജിയിൽ നോക്കിയപ്പോൾ അവിടെ ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ട്, ഒരു ചതി നടന്നിരിക്കുന്ന ബന്ധമായിട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ ഇവരുടെ എനർജിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങള് നിങ്ങളിലേക്കുള്ള ഒരു തുടക്കത്തിന് അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള ഒരു അടുപ്പത്തിന് കാരണമാകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ അവരുടെ ലൈഫിൽ
ആരായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സൺ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കണം എന്നില്ല. ഓൾറെഡി നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ ലൈഫിൽ അവരെന്ന് പറയുന്ന പേഴ്സന്റെ ജീവിതത്തിൽ അവരൊരുപാട് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആണ്. ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിപ്പോ നിങ്ങളുടെ കാര്യമാണെന്നുണ്ടെങ്കിലും മൊത്തം ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവർക്ക് നല്ല രീതിക്ക് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ. അങ്ങനത്തെ ഒരു എനർജി കൂടെ നമുക്കിവിടെ കണക്ട് ആവുന്നുണ്ട്. ഇതുവരെ നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ അവരായിട്ട് തന്നെ അവരുടെ ആ ഒരു ഇമോഷൻസിനെ ആണെന്നുണ്ടെങ്കിലും ആക്ഷൻ എടുക്കുക എന്നുള്ള നിലപാടിനെ ആണെന്നുണ്ടെങ്കിലും പിടിച്ചു കെട്ടി നിർത്തിയിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നോക്കാതെ അവരുടെ കണ്ണുകൾ അടച്ചു നിന്നവരാണെന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായി പോയി എന്നുള്ള രീതിക്ക് ഒരു കുറ്റബോധം അതാണ് അവരിൽ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കുറ്റബോധമൊക്കെ അവരിൽ തോന്നിയിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഉള്ളിൽ വളരെയധികം ഭയവും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ പോലും മറു സൈഡ് കൊണ്ട് വളരെയധികം ഒരു സ്നേഹം പ്രണയം എല്ലാം നിങ്ങളിലേക്ക് തോന്നുന്നതും ഇപ്പോഴും അവർ വളരെ പ്രതീക്ഷ കൈവിടാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും. അപ്പൊ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്ന വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സണിനെ എന്നുവെച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ അവർ നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി ഒരു നിലപാട് എടുക്കാതിരുന്നതിൽ അവർക്ക് അവരുടേതായ കുറേയധികം റീസൺസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങളെ ചീറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ഒരു സൈഡ് പറയാനുണ്ടായിരിക്കും. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടേതായ സൈഡ് അവരോട് സംസാരിക്കാനും ഉണ്ടായിരിക്കും. അപ്പൊ ഇവരുടെ സൈഡിൽ നിന്ന് ഇവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് ഇനി അവര് നിങ്ങളിലേക്ക് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ അവർ ഹൈഡിങ് ഒക്കെ ആയിരുന്നു ബന്ധത്തിൽ നിർത്തിയിരുന്നത്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാത്തൊരു പ്രകൃതമായിരുന്നു. ചിലപ്പോൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊരു പെട്ടെന്ന് ഒരു കേൾക്കുമ്പോൾ ഒരു ദേഷ്യം വന്നാലും നിങ്ങൾ ചിലപ്പോൾ ഇവരെ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുമായിരിക്കും. അതൊന്നും അന്ന് അവര് അങ്ങനത്തെ ഒരു ഇമോഷണലി ഒരു ചിന്തകളോ കാര്യങ്ങളോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ അവർ അതൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്തും വരട്ടെ നിങ്ങളോട് കണ്ണുമടച്ച് എല്ലാം തുറന്നു പറയുക. നിങ്ങളിലേക്ക് ആ ഒരു സത്യങ്ങളെല്ലാം തൊടുത്തു വിടുക. എല്ലാം നിങ്ങളോട് ഓപ്പൺ ആയിട്ടൊന്ന് പറഞ്ഞ് സറണ്ടർ ആവുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നല്ല വശങ്ങളും അത് മുഖേന വരാൻ പോകുന്ന ഭവിഷ്യത്തും എല്ലാം ചിന്തിക്കുമ്പോഴാണ് അവർ റിലേഷൻഷിപ്പിനെ ഫ്യൂച്ചറിലേക്ക് ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ അതൊരു പ്രശ്നമാകുമോ എന്നുള്ള രീതിക്ക് അവരുടെ കൺഫ്യൂഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് അവർ വരുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മെയിൻ കൺഫ്യൂഷൻ അല്ലെങ്കിൽ അവർ ഇപ്പോഴും നിങ്ങളിലേക്ക് കണക്ട് ആവാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം അവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പൊ അതിനു വേണ്ടി വളരെ വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേഷൻ ആകും എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം. എന്ന് വെച്ചാൽ അവരെല്ലാ കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പേഴ്സൺ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവരുടെ വിഷയം. നിങ്ങൾ അത് എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ ഇവർ പറയുന്നത് ഒരു രീതി നിങ്ങൾ എടുക്കുന്നത് മറ്റൊരു രീതിയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ വളരെ പ്ലാനിങ്ങോട് കൂടി ചിന്തിച്ച് ആലോചിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കുക. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്, ആ ഒരു പ്ലാനിങ് നിങ്ങളുടെ വ്യക്തി ഇവിടെ കാണിക്കുന്നുണ്ട്. എത്രയൊക്കെ റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും വിജയം വേണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രവുമല്ല അവരുടെ ആ ഒരു സ്നേഹത്തെ നിങ്ങളിലേക്ക് വീണ്ടും കണക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ലൈഫിൽ ചിലപ്പോൾ ഇവരോട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന വ്യക്തികളൊക്കെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇനി അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുന്നോട്ടേക്കുള്ള ലൈഫിൽ അല്ലെങ്കിൽ യാത്രയിൽ ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ നിലവിൽ ആ ഒരു കാര്യങ്ങളൊന്നും അവർ മുന്നോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കുന്നില്ല. ഇപ്പൊ അതിലേക്കൊന്നും അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിലാണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും ഒരു ഡിസിഷൻ എടുത്തിട്ട് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിലാണ്.
നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് എനർജിയിലാണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് കണക്ട് ആയിരിക്കുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തിയിലാണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കറന്റ് എനർജി എടുത്തപ്പോൾ അവിടെ പറഞ്ഞു നിങ്ങളുടെ ബന്ധത്തിൽ തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അത് നല്ലതിലേക്കായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു അവസാനമാണോ എന്നുള്ളത് അറിയില്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർ എനർജി കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും ഒരു അവസാനത്തിലേക്കല്ല കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ കണക്ട് ആയിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ലൈഫിലേക്ക് കുറേയധികം ക്ലാരിറ്റി വന്നിരിക്കുന്നു, ഒരു വ്യക്തത വന്നിരിക്കുന്നു. ഈ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കൂടുതലായിട്ട് അടുക്കാനുള്ള ഒരു ടൈം യൂണിവേഴ്സ് ആയിട്ട് തന്നതാണ് എന്നുള്ള രീതിക്കാണ് നിങ്ങളുടെ വ്യക്തി എടുത്തിരിക്കുന്നത്. ഒരുപക്ഷേ നിങ്ങൾ തമ്മിൽ ആദ്യ സമയങ്ങളിലൊക്കെ നല്ല ഒരു കണക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കും. പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. അതിപ്പോ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പരസ്പരം ഒരു ബോണ്ടിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. പതുക്കെ അത് എപ്പോഴോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇവരുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സോ കാര്യങ്ങളോ വന്നിട്ടായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും വീണ്ടും ആ ഒരു പഴയ ബോണ്ടിങ്ങിലേക്ക് നിങ്ങളുടെ ബന്ധത്തെ വേണം എന്നുള്ള ഒരു ആഗ്രഹം, അത് തന്നെയാണ് ഇവർ ആ ഒരു കണ്ണടച്ചുള്ള ഡിസിഷൻ എടുക്കാനുള്ള റീസൺ. ഇതിനകത്തൊരു സക്സസ് വേണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണിൽ തന്നെ വന്നിരിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ചേഞ്ച് ആണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് പുറത്തു നിന്നുള്ള തേർഡ് സിറ്റുവേഷന്റെ ഒക്കെ എനർജീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു റീസൺ അല്ല എന്നുള്ള രീതിക്കാണ് ഇവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. നിങ്ങളെ കണക്ട് ചെയ്യുക തന്നെ വേണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. കാരണം ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയം കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരിപ്പോ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ ആരായിരുന്നു എന്നുള്ളതും നിങ്ങളുടെ പ്രാധാന്യം എന്തായിരുന്നു എന്നുള്ളതും അതുപോലെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ജേർണി എന്ന് പറയുന്നത് എത്രത്തോളം ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഈ ഒരു സമയത്ത് അവരിൽ വന്നിരിക്കുന്ന എനർജി മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് അവർ റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ പേഴ്സണിൽ ഉദിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഒരു നിലപാടില്ലാതെ അല്ലെങ്കിൽ അവരുടെ ഹൃദയം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഓപ്പൺ ആക്കാതെ അവരതിനെ മറച്ച് വെച്ചാണ് ഇതുവരെ മുന്നോട്ടേക്ക് പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനിയും അങ്ങനെ മറച്ചു വെച്ച് പോകാനായിട്ട് അവർ തയ്യാറല്ല. ഇതിലൊരു വിജയകരമായ അവസ്ഥ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് തന്നെ മനസ്സ് മാറിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവരുടെ ഒരു എനർജിയിൽ ഈ ഒരു മാറ്റങ്ങൾ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർമ്മകൾ വന്നിരിക്കുന്ന കുറ്റബോധം മാത്രമല്ല, ഇവരുടെ ജീവിതത്തിലും ഇവർ ഒരുപാട് കാര്യങ്ങളിലൊക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് അവർക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ സാഹചര്യവുമായി വെച്ചിട്ട് അവർ കമ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ. അപ്പൊ ആ ഒരു കമ്പാരിസൺ കാര്യങ്ങളൊക്കെ നടന്നപ്പോഴേക്കുമാണ് അവർക്ക് ആ ഒരു ക്ലാരിറ്റിയും വ്യക്തതയും മനസ്സിന്റെ ആ ഒരു നിലപാടുകൾക്കുള്ള മാറ്റവും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല നിങ്ങളിലേക്ക് ഒരു സ്നേഹം കൂടുതലായിട്ട് ഒരു അടുപ്പം കാര്യങ്ങളൊക്കെ തോന്നുക എന്ന് പറയുന്നതും അതുപോലെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാലും എല്ലാം ഓപ്പൺ ആയി പറഞ്ഞിട്ട് നിങ്ങളെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നതും അത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഈ ഒരു കറന്റ് എനർജി ആണെങ്കിലും നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങളിലേക്ക് കണക്ട് ആകുന്ന ഈ ഒരു കാര്യത്തിലും ഏഞ്ചൽസിന്റെ ഭാഗത്ത് നിന്ന് കൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എക്സ്പ്രസ് യുവർ ലവ്, soulmate, let your friends help you, playfulness, romantic feelings. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് റീകൺസിലേഷൻ ആണ്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏഞ്ചൽസ് ഈ ഒരു സമയത്ത് ആദ്യമേ തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയിലേക്ക് നിങ്ങളുടെ ഇമോഷൻസ് കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാതെ ഇപ്പൊ ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഹോൾഡ് ചെയ്യണ്ട. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഇമോഷൻസ്, അതായത് നിങ്ങളുടെ സ്നേഹം, യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹത്തെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് തന്നെ കാണിക്കുക. കാരണം
ഇവരും നിങ്ങളുമായിട്ട് ഒരു സോൾമേറ്റ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു സോൾ കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ബന്ധം തന്നെയായിരിക്കും. അതാണ് നിങ്ങളുടെ റീകൺസിലേഷന് പ്രധാന ഘടകമായി മാറുന്നതും. നിങ്ങളുടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾ തമ്മിൽ ഒരു സമയത്ത് ഉണ്ടായിരുന്ന അതേ റൊമാൻറ്റിക് ഫീലിങ്സ് ഈ ഒരു സമയത്തും നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. ഇവർ അതിന് ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിൽ നിൽക്കുന്നുണ്ട്. രണ്ടുപേരും അത് ഹോൾഡ് ചെയ്യാണ്. നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു റൊമാൻറ്റിക് ഫീലിങ്സിലാണ് മെയിൻ ആയിട്ട് stuck ആയി നിൽക്കുന്നത്. ഒരു സമയം ഉണ്ടായിരുന്ന റൊമാൻസ് കാര്യങ്ങൾ എപ്പോഴോ നിങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പൊ അതിനെ നിലനിർത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക. ആ ഒരു ഗൈഡൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അകൽച്ചയിൽ പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് stuck ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായമോ കാര്യമോ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത് ചോദിക്കാവുന്നതാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അതിപ്പോ വ്യക്തികളായിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയായിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഏഞ്ചൽ മെസ്സേജസിലെ റൊമാൻറ്റിക് ഫീലിങ്സ് ആണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു റീകൺസിലേഷൻ തീർച്ചയായും നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരും. കാരണം നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു പാസ്റ്റ് റിട്ടേണിംഗ് ആണ്. നിങ്ങളിൽ നിന്ന് അകന്നു പോയ നിങ്ങളുടെ പേഴ്സൺ അവർക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോകാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും വീണ്ടും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി കടന്നു വരികയും നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിലെ ആ ഒരു റൊമാൻസ് കാര്യങ്ങളെല്ലാം വീണ്ടും നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു റീകൺസിലേഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യാനും സാധ്യതകളുണ്ട്. പ്ലേഫുൾനെസ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ഫീലിനെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. പരസ്പരമുള്ള ഒരു അട്രാക്ഷൻ കാര്യങ്ങൾ ഇവിടെ നമുക്കൊരു ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധത്തിലേക്ക് ആ ഒരു റീകൺസിലേഷനിലൂടെ നല്ല രീതിക്ക് ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഇമോഷൻസ് ഒരുപാട് ഹോൾഡ് ചെയ്യരുത് എന്നുള്ളത് വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ഒരുപാട് ഇമോഷൻസ് ഹോൾഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ തന്നെ വീക്ക് ആക്കുന്നതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരുപാട് ഡൗൺ ആയി പോകുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. തുറന്നൊരു സംസാരം അതിലൂടെ നിങ്ങളുടെ ബോണ്ടിങ് വളരെ സ്ട്രോങ് ആയിട്ട് വരാനുള്ള സാധ്യതയും വീണ്ടും നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സോൾമേറ്റ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടൊരു റീകൺസിലേഷൻ നടന്നൊരു സക്സസിലേക്ക് ബന്ധം പോകാനും സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഏഞ്ചൽസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. അവിട്ടം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. എച്ച് എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം, എ എന്നൊരു ലെറ്റർ, ആർ എന്നൊരു ലെറ്റർ, 10 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് 10 days ആയിട്ടും എടുക്കാം. മകേരം, 1972, പി എന്നൊരു ലെറ്റർ, വി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. എ എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്. 28, കാലിക്കറ്റ്, എറണാകുളം, കൊല്ലം എന്നൊരു ജില്ല വന്നിട്ടുണ്ട്. തിരുവാതിര, ട്രിവാൻഡ്രം അഗെയിൻ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് എന്നൊരു മന്ത്, 42, ലിയോ, ഉണർദം എന്നൊരു സ്റ്റാർ ആണ് ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.